ഇല്ലാത്ത ക്രെഡിറ്റ് അടിച്ചോ മന്ത്രി റിയാസ് എന്നുള്ളതാണ് ചോദ്യം. KS അരുൺകുമാർ CPIM പ്രതിനിധി നമുക്കൊപ്പം തത്സമയം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ KS അരുൺകുമാർ, ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് മുമ്പ് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് നമ്മൾ കേട്ട് കഴിഞ്ഞുവല്ലോ. മന്ത്രി MP രാജേഷ് ഇപ്പോൾ ഇക്കാര്യം പരസ്യമായി തള്ളുന്നുണ്ടെങ്കിൽ പോലും ഈ റോഡിന്റെ വിഷയവുമായി, തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതിൽ 80 കോടി രൂപ, കേന്ദ്ര ഫണ്ടായിട്ടുള്ള 80 കോടി രൂപ, ബാക്കി കോർപ്പറേഷന്റെ പണം. അതിൽ പൊതുമരാമത്ത് വകുപ്പിന് കാര്യമായ പ്രാധാന്യമൊന്നുമില്ല. എന്നിട്ട് പോലും മറ്റ് 62 റോഡുകളുടെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും മാത്രം ഫ്ലെക്സുകൾ വെച്ചുകൊണ്ട് ആ ഉദ്ഘാടനം നടത്തി എന്നുള്ളതായിരുന്നു പുറത്തു വന്നിരുന്ന വാർത്ത. അതിൽ ഒരു പ്രശ്നമില്ലേ? മന്ത്രി MP രാജേഷിന് അതിനകത്തൊരു ക്ലെയിം ഇല്ലേ ശ്രീ KS അരുൺകുമാർ? ഇന്ന് രാവിലെ മുതൽ വലിയ ബ്രേക്കിംഗ് ന്യൂസായിട്ട് പുറത്തു വന്ന് ആഘോഷിച്ചുകൊണ്ടിരുന്നൊരു വാർത്തയാണ്. കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള മറുപടി അതിൽ നൽകി. അന്നേ ദിവസം, ഉദ്ഘാടന ദിവസം ഉച്ച കഴിഞ്ഞ് നിശ്ചയിച്ചിരുന്ന 3 പരിപാടികൾ, അത് കാലവർഷ മുൻകരുതലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവലോകന യോഗം, അതുപോലെ റോഡ് ഉദ്ഘാടനങ്ങൾ, അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റുഡൻസ് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗം, ഈ 3 യോഗവും മുഖ്യമന്ത്രിക്ക് സുഖമില്ലാത്തതിനാൽ അഡ്ജേൺ ചെയ്തിരിക്കുന്നു, മാറ്റിവെച്ചിരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല എന്ന രൂപത്തിലുള്ള പത്ര റിലീസ് അന്ന് തന്നെ വന്നതാണ്. ഇന്ന് രാവിലെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന രൂപത്തിൽ പുറത്തുവിട്ട് ഈ ഗവൺമെന്റിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് വളരെ കൃത്യമായിട്ട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലാകമാനം ചർച്ച ചെയ്യപ്പെടുന്ന അവസരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ ഈ ആഘോഷങ്ങളുടെ ശോഭ കെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപൂർവമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് വേണം അതിനെ കാണാൻ. ഇപ്പോൾ ഈ റോഡ് നിർമ്മിച്ചത് കേരള റോഡ് ഫണ്ട് ബോർഡാണ്. KRFB ആണ് റോഡ് നിർമ്മിക്കുന്നത്. അതിൽ കേന്ദ്ര ഫണ്ടുണ്ട്, സംസ്ഥാന ഫണ്ടുണ്ട്, അതുപോലെ തന്നെ കോർപ്പറേഷന്റെ ഫണ്ടുണ്ട്. ഇവയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് 12 സ്മാർട്ട് റോഡ്. അവിടെ ഒരു പ്രശ്നമുള്ളത്, KRFB കേരള റോഡ് ഫണ്ട് ബോർഡ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള സംവിധാനമാണ്. അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ PWD മിനിസ്റ്ററുമാണ്. അത് അംഗീകരിക്കുന്നു. പക്ഷേ അത് അവർ പദ്ധതി നിർവഹണ ഏജൻസി മാത്രമാണ്. അതിൽ പണം മുടക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പും കോർപ്പറേഷനും കേന്ദ്ര ഫണ്ടുമാണ്. അതിൽ PWD വകുപ്പിന് കൃത്യമായ ഒരു പണം മുടക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ PWD റോഡ് എന്നുള്ളൊരു ക്ലെയിം അതിനകത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഇതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, മറ്റു പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് നേരത്തെ നിശ്ചയിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ന വകുപ്പ് ക്ലെയിം എടുക്കുന്നു, ഇന്ന വകുപ്പ് ക്ലെയിം എടുക്കുന്നില്ല എന്ന രൂപത്തിൽ ഒരു തരത്തിലുള്ള വിവേചനവും അതിലില്ല. പദ്ധതികൾ സമഗ്രമായി പൂർത്തീകരിച്ച് സമയബന്ധിതമായി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുന്നു. അത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ആരോഗ്യ കാരണങ്ങളാൽ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിന് പകരം സംവിധാനം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും മാറ്റി നിർത്തുകയോ മനഃപൂർവ്വം ഏതെങ്കിലും വകുപ്പ് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, ആ വിവാദങ്ങളിൽ ചർച്ച ചെയ്യുക, ആ വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുക, അതാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ഉദ്ദേശിക്കുന്നത്. ഇവിടെ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് മുഖ്യമന്ത്രി പണം തരുന്നില്ലേ, ഗവൺമെന്റ് പണം തരുന്നില്ലേ എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് അടക്കം മാധ്യമങ്ങളോട് തന്നെ ചോദിച്ചു. അപ്പോൾ എന്താണ് അതിന് തെളിവ്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് വിവരം? എന്താണ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ വിവരം മുഖ്യമന്ത്രി തന്നെ പറയട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തിലേക്ക് കുറച്ച് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, ആ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുവരും പോകുക, യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഈ കേരളത്തിൽ ചർച്ച ചെയ്യാതിരിക്കുക, അത്തരത്തിൽ അജണ്ട വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇവിടെ വലതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് തുടരെ നടക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, 9ാം വർഷം പൂർത്തീകരിച്ച് 10ാം വർഷത്തേക്ക് ഈ ഗവൺമെന്റ് കടക്കുമ്പോൾ എത്രയോ വികസന പ്രവർത്തനങ്ങളാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളും പൂർത്തീകരിച്ച് ഒരു നവകേരള നിർമ്മിതിയിലേക്ക് ഈ കേരളം കുതിച്ച് മുന്നേറുകയാണ്. ഒരൊറ്റ പ്രസ്താവന ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 2016 മാർച്ച് മാസം 31-ാം തീയതി ബഹുമാനപ്പെട്ട BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ്: ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ചാൽ, ദേശീയപാത പൂർത്തീകരിക്കുന്ന സാഹചര്യമുണ്ടായാൽ, അതിൻ്റെ പണി പുരോഗമിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രൂപത്തിൽ പിണറായി വിജയനെ ഞങ്ങൾ അംഗീകരിക്കും എന്നാണ് 2016 മാർച്ച് 31-ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. എത്ര സമയബന്ധിതമായിട്ടാണ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത്? അതെല്ലാം തന്നെ പ്രധാനപ്പെട്ട നേട്ടങ്ങളായി ഈ സർക്കാർ, തുടർച്ചയുണ്ടായിട്ടുള്ള പിണറായി വിജയൻ സർക്കാർ അതിന്
മുഴുവനും ഉയർത്തിക്കാട്ടുകയാണ്, അതെല്ലാം അംഗീകരിക്കാം. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ആ വിഷയമല്ലല്ലോ ഇവിടെയുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. ശ്രീ കെ എസ് അരുൺകുമാർ ഓരോ മന്ത്രിമാരുടെയും ഓരോ നേതാക്കളുടെയും പ്രവർത്തനം വളരെ കൃത്യമായി വിലയിരുത്തുന്ന, അങ്ങുൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രവർത്തനം, മന്ത്രിമാരുടെ പ്രവർത്തനം എല്ലാം കൃത്യമായി വിലയിരുത്തുന്ന സംഘടനാ സംവിധാനമുള്ള, എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണല്ലോ CPIM. അപ്പോൾ ആരെ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ മന്ത്രി MP രാജേഷിൻ്റെ ഒരു പടം ഒരു ഫ്ലെക്സ് ബോർഡിൽ വരുന്നില്ല എന്നുള്ളിടത്ത് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ചോദ്യം. കാരണം മന്ത്രി PM മുഹമ്മദ് റിയാസിന് ഒരു വിധത്തിലും പങ്കാളിത്തം ഇല്ലാത്ത, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു വകുപ്പ് അതിൻ്റെ പദ്ധതി നിർവഹണം മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഒരു റോഡിൽ പ്രധാനപ്പെട്ട പങ്കാളിയായിട്ടുള്ള മന്ത്രി MP രാജേഷ് അവിടെ നിൽക്കുകയാണ്. അദ്ദേഹം പരസ്യമായി തള്ളുന്ന ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ നിലയിലുള്ള പ്രതികരണം മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ആരോപണം ഉയർത്തുന്നവർ ഉന്നയിച്ചാൽ അതിന് തള്ളിപ്പറയാൻ സാധിക്കുമോ? ഇല്ല. കാരണം MP രാജേഷ് എന്ന് പറയുന്ന മന്ത്രി കൃത്യമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വിധത്തിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നുണ്ട്, അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടത് ഉണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡിലും ഒരു കാര്യമില്ല എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ എല്ലാ മന്ത്രിമാരും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല ആരോഗ്യകരമായിട്ടുള്ള മത്സരം എല്ലാ വകുപ്പുകളും തമ്മിലുണ്ട്. കാരണം വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ഈ 5 വർഷത്തിനുള്ളിൽ 900 കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 900 കാര്യങ്ങളും പൂർത്തീകരിക്കാനും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ആ പൂർത്തീകരിച്ച കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടി വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2ാം പിണറായി സർക്കാരിൻ്റെ 3ാം പ്രോഗ്രസ് റിപ്പോർട്ട് 2024 ജൂലൈ മാസം 2-ാം തീയതിയാണ് പുറത്തിറങ്ങിയത്. 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് ഈ വരുന്ന 23-ാം തീയതി തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഏറ്റവും പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം നടത്തുവാനും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും എല്ലാ വകുപ്പും തന്നെ ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പദ്ധതി നിർവഹണ ഏജൻസി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്ലെക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഒഴിവാക്കുവാനോ ആരെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ അത്തരത്തിൽ ഒരു ശ്രമവും അതിൻ്റെ ഭാഗമായിട്ടില്ല. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലെക്സ് എന്ന രൂപത്തിൽ തന്നെയാണ് അതിനെ കാണുന്നത്. ഏതെങ്കിലും ഒരു വകുപ്പിനെ മാറ്റി നിർത്തുവാനോ ഏതെങ്കിലും വകുപ്പിനെ അന്യാധീനമായിട്ട് കൂട്ടിച്ചേർക്കുവാനോ ഒരു തരത്തിലുള്ള ശ്രമവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. ഇപ്പൊ മുഖ്യമന്ത്രി ആരോഗ്യ കാരണങ്ങളാൽ മാറി നിൽക്കുമ്പോൾ പോലും മുഖ്യമന്ത്രി മനഃപൂർവ്വം മാറി നിന്നു എന്ന രൂപത്തിലുള്ള പ്രചരണം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പദ്ധതികളുടെ ശോഭ കെടുത്തുവാനും ഗവൺമെന്റിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായി ജനങ്ങൾ വളരെ തർക്കവുമില്ല ശ്രീ കെ എസ് അരുൺകുമാർ. കാരണം മുഖ്യമന്ത്രി 3 യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല. അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ സ്മാർട്ട് റോഡുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ഇപ്പോൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ യോഗത്തിലും മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി MP രാജേഷ് പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പിറ്റേ ദിവസം അദ്ദേഹം ശങ്കരനാരായണൻ തമ്പി ഹാളിൽ എത്തി അദ്ദേഹം 1 മണിക്കൂറോളം പ്രസംഗിക്കുകയും ചെയ്തിരുന്നതാണ്. ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ അതിന് സാക്ഷിയാവുകയും ചെയ്തതാണ്. പക്ഷെ ഒരു വ്യക്തി തനിക്ക് അനാരോഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് ക്ലിയറാണ്. ഇവിടെ അതല്ല പ്രശ്നം. ഇപ്പോൾ ഇതിൽ ഈ KRFE എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള മന്ത്രി PM മുഹമ്മദ് റിയാസിന് കീഴിലുള്ള ഈ ഏജൻസി ഇതിന്റെ പദ്ധതി നിർവഹണം നടപ്പാക്കുന്നു. അവർ തന്നെയാണ് ഇതിന് പരസ്യം കൊടുക്കുന്നത്. PRG പരസ്യം കൊടുത്താൽ മുഖ്യമന്ത്രിയുടെ പണം മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ KRFE പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പടം കൂടി വെക്കാലോ. അപ്പോൾ ഒരു പടം എന്നുള്ളത്, ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഒരു പടം എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയല്ലേ? അല്ല, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പദ്ധതികൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക, അത് നാടിന് സമർപ്പിക്കുക, അതേപോലെ തന്നെ ഒരു പദ്ധതി പൂർത്തീകരിച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പദ്ധതികളിലേക്ക് കടക്കുക, അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നതാണ്. ഇപ്പം ഈ പടം വയ്ക്കുക, പടം വെട്ടുക, അല്ലെങ്കിൽ പടം കൂട്ടിച്ചേർക്കുക, അതിൻ്റേതായിട്ടുള്ള മത്സരങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുന്നത് UDFുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഉദ്ഘാടനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമായിട്ടുള്ള ക്രെഡിറ്റ് പോലും ഒരേ മുഖ്യമന്ത്രിയുടെ പടം മാത്രം വെച്ചാൽ മതിയല്ലോ ശ്രീ കെ എസ് അരുൺകുമാർ. മുഖ്യമന്ത്രിയാണല്ലോ എല്ലാത്തിന്റെ മുഖമായി നിൽക്കുന്നത്, അദ്ദേഹത്തിന്റെ മാത്രം വെച്ചാൽ മതിയല്ലോ. അതാണല്ലോ പൊതുവായി നമ്മൾ കാണുന്നത്. അല്ല, പൊതുവെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പടം, അതുപോലെ തന്നെ ആ ഏതെങ്കിലും വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ ആ വകുപ്പ് മേധാവികളുടെ പടം, അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിലൊന്നും ഞങ്ങൾ കേന്ദ്രീകരിക്കാറില്ല. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു കൺസേൺ ഇല്ല. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു തരത്തിലുള്ള വിവേചനവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പടത്തിലല്ല കാര്യം, പ്രചരണത്തിലുമല്ല കാര്യം, വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ആര് ചെയ്തു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുമല്ലോ. അതിലൊരു, നമ്മളിപ്പോൾ ഗൂഗിളിൽ പോയി അടിച്ചു നോക്കിയാൽ ആ പരിപാടിയുടെ പടം, ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് അടിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് മുഖ്യമന്ത്രിയുടെയും മുഹമ്മദ് റിയാസിന്റെയും മാത്രം പടങ്ങളാണ്.
ഇല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെ പടം അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള പ്രചരണം എന്ന രൂപത്തിലല്ല, മറിച്ച് ഇനിയിപ്പോൾ ഏകദേശം 10 മാസം 11 മാസമാണ് ഈ ഗവൺമെന്റിന്റെ കാലാവധി, ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ. ഇതിനിടയിൽ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ ഭൂരിഭാഗം കാര്യങ്ങളും പൂർണ്ണമായി 900 കാര്യങ്ങളും പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യബോധത്തോടെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ തന്നെ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. താങ്കൾക്കറിയാം, ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി, തിരുവനന്തപുരത്താണല്ലോ ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടനമൊക്കെ നടന്നത്. വിഴിഞ്ഞം പദ്ധതി 2045 പൂർത്തീകരിക്കും എന്നതാണ് ആദ്യം വന്ന വാർത്ത. പിന്നെ 2028 ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുക. പക്ഷെ എത്ര വേഗതയിലാണ് ആ പദ്ധതി പൂർത്തീകരിച്ചത്? അത്തരത്തിൽ ഓരോ പദ്ധതിയും പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള അവഗണനയും എല്ലാം നിലനിൽക്കുമ്പോൾ പോലും ഇത് പൂർത്തീകരിക്കുക. പക്ഷെ ചിലർക്ക് വിവാദങ്ങൾ ഉണ്ടാക്കുക, വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുക. പക്ഷെ പലർക്കും ഇത് സഹിക്കുന്നില്ല. പ്രത്യേകിച്ച് വലതുപക്ഷത്തിന് സഹിക്കുന്നില്ല. രണ്ടാമതും ഭരണം നഷ്ടപ്പെട്ടു മൂന്നാമതും അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഉള്ള വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി മനഃപൂർവ്വം ഒരു പരിപാടിയിൽ നിന്ന് മാറി നിന്നു, അത് ബഹിഷ്കരിച്ചു, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിന്നു എന്ന് എന്ത് വാർത്ത, എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? ആ വാർത്ത കൊണ്ടുവന്ന ചാനൽ തന്നെ എനിക്ക് സുഖമില്ല എന്നുള്ളത് എനിക്കാണല്ലോ ബോധ്യപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞാൽ ക്ലിയർ ആണെന്നേ. അങ്ങേക്ക് സുഖമില്ല, അങ്ങയിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു, അങ്ങ് വരാമെന്ന് നിൽക്കുന്നു, അങ്ങ് അവസാന നിമിഷത്തിൽ പറയുകയാണ് എനിക്ക് സുഖമില്ല, എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളില്ല, പകരം കാര്യങ്ങൾ നോക്കാന്നേ ഉള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ സംശയമില്ല, അതൊരു തർക്ക വിഷയമേ അല്ല. നമുക്കിവിടെയുള്ള സംശയം എന്ന് പറയുന്നത് റോഡ് എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ റോഡ് എന്ന് പറഞ്ഞാൽ മന്ത്രി PM മുഹമ്മദ് റിയാസ്, അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടോ? ഇത് അങ്ങനെ അല്ലല്ലോ യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു സ്ഥിതിയുമില്ല. ഇപ്പൊ PWD വകുപ്പ് വളരെ നന്നായി പ്രവർത്തിക്കുന്ന വകുപ്പാണ്. അതുപോലെ തന്നെ നമുക്കറിയാം വ്യവസായ വകുപ്പ് മത്സര അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കൃത്യമായി പ്രവർത്തിക്കുന്നു. കാരണം 28ാം സ്ഥാനത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നിന്ന കേരളത്തെ 15ാം സ്ഥാനത്തേക്കും 1ാം സ്ഥാനത്തേക്കും കൊണ്ടുവന്നത് വളരെ വിപ്ലവകരമായ നേട്ടമാണ്. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ്, നമ്മൾ വലിയ തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ ചില പ്രത്യേക കോണുകളിൽ നിന്ന് ട്രോൾ നടത്താനും അദ്ദേഹത്തെ ആക്ഷേപിക്കാനും ശ്രമം നടക്കുമ്പോഴും എത്ര ഗംഭീരമായിട്ടുള്ള മാറ്റമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായിട്ട് ഈ നാട് മാറുന്നു. അത് ഓരോ വകുപ്പിലും അങ്ങനെ തന്നെയാണ്. വളരെ വേഗതയിൽ പണി പൂർത്തീകരിച്ച്, അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുക. അതിൽ വരുമ്പോൾ ഒരു വകുപ്പിനെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. 9 കൊല്ലമായി ഇവിടെ മണൽ വാരലില്ല, പുഴയിൽ നിന്നും നദികളിൽ നിന്നും മണൽ വാരലില്ല. റവന്യൂ വകുപ്പ് അതിന് അനുവാദം കൊടുത്തുകൊണ്ട് ഈ കേരളത്തിലെ നിർമ്മാണ മേഖലയിലുള്ള പ്രതിസന്ധിയെ പൂർണ്ണമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വകുപ്പും ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വകുപ്പാണ്. അതിനിടയിൽ ഫോട്ടോ വച്ചു, ചിലരുടെ ഫോട്ടോ ഇല്ല, മറ്റു തരത്തിൽ വിവേചനം എന്നെല്ലാം വിവാദമുണ്ടാക്കുന്നത് ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ പൊലിമ നശിപ്പിക്കുവാനും ഒരൊറ്റ കാര്യം കൂടി, അതായത് പൂർത്തിയാക്കും. അതായത് മാധ്യമ പ്രവർത്തകർക്ക് ഗവൺമെന്റും മുഖ്യമന്ത്രിയും പണം കൊടുക്കുന്നുണ്ടെന്ന ആരോപണം ഉന്നയിക്കുന്നയാൾ രണ്ടാമത് പറയുന്ന വാചകം എന്താ? അതിന് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. അതായത് പൊതുസമൂഹത്തിലേക്ക് ആരോപണം ഉന്നയിക്കുക. ആ ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ ഗവൺമെന്റും ഉത്തരവാദിത്തപ്പെട്ടവരും അതിന്റെ പുറകെ മറുപടി പറഞ്ഞ് നടക്കണം. അങ്ങനെ ദിവസങ്ങൾ ചർച്ചയാക്കണം. എന്നാൽ ഇത്ര രൂപ ഇന്നയാൾക്ക് കൊടുത്തു എന്ന ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് തെളിവിന്റെ ഏതെങ്കിലും ഒരു കണികയെങ്കിലും പുറത്തുവിടാനുള്ള ഉത്തരവാദിത്വമില്ലേ? ഇതാണ് ഹൈക്കോടതി ചോദിച്ചത്. ആരോപണം ആർക്കും ഉന്നയിക്കാം, പക്ഷെ വസ്തുതകളാണ് കാര്യം. ഒരു വസ്തുതയുമില്ലാതെ വ്യക്തമാണ്, ആ പോയിന്റ് വ്യക്തമാണ്. എന്റെ അവസാനത്തെ ചോദ്യം, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ KS അരുൺകുമാർ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ നടക്കുന്ന ആരോപണങ്ങൾ, ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ, അതെല്ലാം അവിടെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. CPIM അതിനെ പ്രതിരോധിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി നേരിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കുറെ പോയിന്റുകൾ പറയുന്നുമുണ്ട്, വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ ഉൾപ്പെടെ അതിലുണ്ട്. ഇവിടെ മന്ത്രി PM മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്ന പ്രധാനപ്പെട്ട പ്രതിപക്ഷ ആരോപണങ്ങളിൽ ഒന്ന്, അദ്ദേഹം മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധുത്വം ഉള്ളതുകൊണ്ട്, അതായത് മരുമകനായതുകൊണ്ട് അദ്ദേഹത്തിന് അമിതമായ പ്രാധാന്യം ലഭിക്കുന്നു എന്ന ആരോപണമാണല്ലോ ഞങ്ങളല്ല പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ആരോപണം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ, സാധാരണക്കാരായ ആളുകൾ കേൾക്കുകയാണ്. അത്തരം ആരോപണങ്ങൾക്ക് വളമിടുന്ന, അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ ശരിയെന്ന് സാധാരണക്കാരായ ഇടതുപക്ഷ അനുഭാവികൾക്ക് പോലും തോന്നാവുന്ന വിധത്തിൽ ഉള്ള പ്രവൃത്തികളാണോ ഇപ്പോൾ ഈ ഒരു ചെറിയ ഫ്ലെക്സിന്റെ കാര്യത്തിൽ പോലും ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഉയർന്നാൽ എങ്ങനെ പ്രതിരോധിക്കാനാകും? ഒരു DYFI സഖാവിന് ഈ രാജ്യത്ത് വളരാൻ കഴിയുന്നതിൽ ഏറ്റവും ഉയർന്ന പൊസിഷനാണ് ആ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്.
ആ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെയായി പ്രവർത്തിച്ച, വർഷങ്ങൾ പ്രവർത്തിച്ച, വിവിധ സംസ്ഥാനങ്ങളിൽ ഡിവൈഎഫ്ഐ സംഘടന രൂപീകരിക്കാൻ ഹിന്ദി ഹൃദയഭൂമിയിലെല്ലാം പോയി നിരവധി ത്യാഗം സഹിച്ച സഖാവാണ് മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസിനെ MLA ആക്കുന്നതും അദ്ദേഹം മന്ത്രിയായി മാറുന്നതുമെല്ലാം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രൂപത്തിൽ യുവജന പ്രസ്ഥാനത്തിന് കിട്ടിയ അംഗീകാരം കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധുത്വം വെച്ചുകൊണ്ടല്ല അദ്ദേഹത്തിന് പരിഗണന കിട്ടിയത്. തനിക്ക് കിട്ടിയ വകുപ്പ് അത് സാംസ്കാരിക വകുപ്പായാലും ഇപ്പൊ ലോകത്ത് കണ്ടിരിക്കേണ്ട ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ കേരളം ഉൾപ്പെടുന്നു. കേരളത്തിന്റെ ടൂറിസം പ്ലേസുകൾ ഉൾപ്പെടുന്നു. ടൂറിസം രംഗത്തുണ്ടായിട്ടുള്ള മാറ്റവും PWD രംഗത്ത് വന്ന വിപ്ലവകരമായ മാറ്റങ്ങളും എല്ലാം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, ഏറ്റവും എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ്. ആ മന്ത്രിയെ അപമാനിക്കുക, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ബലൂൺ പൊട്ടുന്നത് പോലെ പൊളിഞ്ഞു പോയപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം ഉന്നയിക്കുക. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കൃത്യമായി ജനങ്ങൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ ശരിക്കും അത് പിൻവലിച്ച് നാണം കെട്ട് ഓടി രക്ഷപ്പെടേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, വളരെ നന്ദി. പോയിന്റുകൾ വ്യക്തമാണ്. KS അരുൺകുമാർ CPIM പ്രതിനിധിയാണ് ഈ വിഷയത്തിൽ ന്യൂസ് പ്ലസിൽ അതിഥിയായി എത്തിയത്.